നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. തൃശ്ശൂരെ നേഴ്സുമാരുടെ സമരം തീരുന്നില്ല. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സമരം തുടരുന്നു. അമല ഹോസ്പിറ്റൽ സമരം പുറത്തു തീർന്നു, അകത്ത് വേറൊരു രൂപത്തിൽ അത് തുടരുന്നതായി കേൾക്കുന്നു. ഈ നിലയിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ സമരത്തെ ജനിപ്പിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സ്വയം ഇതിൻ്റെ ആള് എന്ന് പ്രഖ്യാപിക്കുന്ന ചാനൽ ഉടമസ്ഥൻ അദ്ദേഹം പുതിയ ചില കണ്ടെത്തലുകളുമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ ആരോപിച്ചത് ഈ ജൂബിലി അമല ഹോസ്പിറ്റലുകളെ സമരം തീരാത്തതിൻ്റെ പിന്നുള്ള ഒരേ ഒരു വില്ലൻ തൃശ്ശൂർ രൂപതയുടെ ബിഷപ്പായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ആൻഡ്രൂസ് താഴത്ത് ഒഴികെ ബാക്കി എല്ലാവരും നഴ്സുമാർക്ക് അവർ ചോദിക്കുന്ന ശമ്പളം കൊടുത്ത് ഈ വിഷയം അവസാനിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെന്നും ഈ ബിഷപ്പിൻ്റെ ഒറ്റൊരാളുടെ പിടിവാശി കൊണ്ടാണ് ഈ സമരം തീരാത്തതെന്നും ഈ ചാനൽ ഉടമസ്ഥൻ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബിഷപ്പ് നഴ്സുമാരെ വിളിച്ച് അപമാനിച്ചു, ആക്ഷേപിച്ചു. കൂടാതെ രൂപതയിലെ ജനം മുഴുവൻ ഇദ്ദേഹത്തിന് എതിരാണ്, ഇദ്ദേഹം കാശ് പിരിക്കാൻ വേണ്ടി ലോകം മുഴുവൻ നടക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി ഈ രൂപത അധ്യക്ഷനെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു 3-4 വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് ഏൽക്കുന്നില്ല. എന്നാൽ പുതിയ വല്ല പണിയും ഉണ്ടോ എന്ന് നോക്കി അദ്ദേഹം ഇറങ്ങിയപ്പം അടുത്ത പിതാവിനെ അദ്ദേഹം പിടികൂടിയിരിക്കുകയാണ്. തൃശ്ശൂരിലെ ഓക്സിലറി ബിഷപ്പ് ടോണി നീലങ്കാവിലാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ആക്രമണത്തിൻ്റെ ഇര. ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പുതിയ കണ്ടുപിടുത്തം ഒത്തിരി അന്വേഷിച്ച് കണ്ടുപിടിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ടോണി നീലങ്കാവിലിൻ്റെ സഹോദരനാണത്രേ ഈ ഹോസ്പിറ്റലിൻ്റെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ CEO ആയിട്ടുള്ള ബെന്നി. അദ്ദേഹം പറയുന്നത് ഈ ടോണി ബിഷപ്പ് ഈ ബെന്നിയെ ഇവിടെ തിരികെ കയറ്റി എന്നൊരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. തിരികെ കയറ്റി 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ഇവരുടെ നീലങ്കാവിൽ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നേഴ്സുമാരുടെ ശമ്പളമൊക്കെ കട്ട് ചെയ്ത് താഴെ നിർത്തി അത് മുഴുവനും കൂടി ഈ സഹോദരന് കൊടുത്ത് ഇദ്ദേഹം വീട്ടിലേക്ക് കടത്തുകയാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ചാനൽ ഉടമസ്ഥൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇത് വളരെ വേഗുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള റെസ്പോൺസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ട് അതിനെപ്പറ്റി വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. അതിനിടയിലൊക്കെ വരുന്ന കമൻറ്റുകൾ അദ്ദേഹത്തിന് ഫേവറബിളായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിനെപ്പറ്റി തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇദ്ദേഹം മാത്രമാണ് ഒരേ ഒരു വില്ലൻ, ഈ ടോണി ബിഷപ്പ് മാത്രമാണ് ഒരേ ഒരു വില്ലൻ. മറ്റേ വലിയ സീനിയർ ബിഷപ്പ് വളരെ സാധുവായിട്ടൊരു മനുഷ്യനാണ്, ആർക്കും എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഈ ടോണി ബിഷപ്പിൻ്റെ സഹോദരന് ഈ വലിയ സാലറി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഈ സമരം ഇങ്ങനെ നീട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, സമരം തീർക്കാതെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാദം അതാണ്, സമരം നീട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെയാണ് സഹോദരൻ്റെ ശമ്പളം കൂട്ടിക്കുക അല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ ഉള്ളത് ഈ ടോണി എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ്. ബാക്കി ആർക്കും ഇതിനകത്ത് പങ്കൊന്നുമില്ല. കൂടാതെ ഈ അമലയിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സമരം തീർന്നു. അപ്പോൾ അമലയിലെ നേഴ്സുമാർ ഉള്ളിൽ സമരം വേറൊരു രൂപത്തിൽ തുടരുന്നു. അതിൻ്റെ കാരണക്കാരനും ഈ ബിഷപ്പ് തന്നെയാണ്. CMI അച്ഛന്മാരൊക്കെ ഭയങ്കര പാവങ്ങളാണ്. അദ്ദേഹം വേറൊരു വീഡിയോയിൽ CMI അച്ഛന്മാരെയും ചാവറപ്പിതാവിനെയും ഒക്കെ ചേർത്തുകൊണ്ട് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. CMI അച്ഛന്മാരൊക്കെ ചാവറ പിതാവിന് വലിയ പേരുദോഷം ഉണ്ടാക്കുന്നവരാണെന്നും മേലാൽ നിങ്ങൾ ചാവറപ്പിതാവിൻ്റെ പേര് പറഞ്ഞു പോകരുതെന്നൊക്കെ അദ്ദേഹത്തിന് തിട്ടൂർ അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായി. ഇപ്പോൾ പറയുന്നത് CMI അച്ഛന്മാരൊക്കെ ഭയങ്കര പാവങ്ങളാണ്, അവരെയും ഈ മെത്രാൻ, ഈ സഹായ മെത്രാൻ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ ബെന്നി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ നിന്ന് വളരെ പ്രശസ്തമായ സ്ഥാപനത്തിൽ നിന്ന് പ്രശസ്തമായ നിലയിൽ MBA പാസ്സാവുകയും അദ്ദേഹം US പോയി അതേ വിഷയത്തിൽ തന്നെ PhD നേടുകയും അവിടെ വലിയൊരു സ്ഥാപനത്തിൽ നല്ല ഒന്നാന്തരം ഉദ്യോഗം വഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ താഴത്ത് ബിഷപ്പ് ഈ തൃശ്ശൂരെ ബിഷപ്പായി മാറുന്ന സമയത്ത് അദ്ദേഹം ഈ മിഷൻ ഹോസ്പിറ്റലിനെ ഒരു പ്രൊഫഷണൽ ഹോസ്പിറ്റലാക്കി വളർത്തുന്നതിൻ്റെ ഭാഗമായി പ്രൊഫഷണൽ മാനേജ്മെൻറ്റിൽ എക്സലൻസ് ഉള്ള ബെന്നിയെ വിദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണെന്നാണ് എൻ്റെ അറിവ്. ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാതിരുന്ന ബെന്നിയെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് സെൻറ്റ് തോമസ് കോളേജിലെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. സഭയോട് ചേർന്ന് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഷെവലിയാർ പദവിയൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ പിതാവിൻ്റെ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ബെന്നിയെ ഈ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ CEO ആക്കി അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ അറിവ്. ബെന്നിയുടെ വരവോടുകൂടി ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ വളരെ വലുതായി വളരുകയും ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായി അല്ലെങ്കിൽ റാങ്ക് നമ്പർ 1 മെഡിക്കൽ കോളേജായി നിലനിൽക്കുകയും ചെയ്യുന്നതിൽ ഈ ബെന്നിയുടെ കാര്യങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്, വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഈ ബെന്നിയെ ഇവിടേക്ക് CEO ആക്കി ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ബെന്നിയുടെ അനുജനായിട്ടുള്ള ടോണി
എന്ന് പറയുന്ന അദ്ദേഹം ഏതോ പാരിഷിലെ ഒരു പ്രീസ്റ്റാണ്. ഒരു 5-8 ബെന്നി ഇവിടെ CEO ആയി കഴിഞ്ഞ് 5-8 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ടോണി നിലങ്കാവിൽ എന്ന് പറയുന്ന ആൾ ബിഷപ്പായി, ഓക്സിലറി ബിഷപ്പായി മാറുന്നത് എന്നാണ് എൻ്റെ അറിവ്. അപ്പം 5-8 വർഷത്തിന് ശേഷം മാത്രം ബിഷപ്പായ ഒരാൾ എങ്ങനെയാണ് സ്വന്തം ജ്യേഷ്ഠനെ ഇങ്ങനെ കൊണ്ട് തിരികെ കയറ്റുന്നത് എന്നുള്ളത് എനിക്കറിയാത്തൊരു സംഗതിയാണ്. ഇത് ഈ ചാനൽ മുതലാളിക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി അദ്ദേഹം പുതിയ ആരോപണം ചിലപ്പോൾ ഉന്നയിച്ചേക്കും. ഈ ബെന്നിയാണ് ഇനി ടോണീനെ പിതാവാക്കിയെന്നായിരിക്കും ചിലപ്പോൾ അടുത്ത ആരോപണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. വായിൽ നാക്കല്ലുള്ളത്, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഈ CEO എന്ന് പറഞ്ഞാൽ ആരാണ്? CEO എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ആളാണ്. ഈ ഹോസ്പിറ്റലിൽ 1200-ലധികം നേഴ്സുമാരുണ്ട്, 3500-ഓളം സ്റ്റാഫുണ്ട്. ഓരോ ദിവസവും 2500-ഓളം ആളുകളാണ് അവിടെ OPയിൽ മാത്രം വന്നു പോകുന്നത്. ഇൻപേഷ്യൻസ് ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഹോസ്പിറ്റലുണ്ട്. അത്രയും വലിയൊരു ഹോസ്പിറ്റലിൻ്റെ CEOയുടെ സാലറിയെക്കുറിച്ചാണ് ഇദ്ദേഹം നേഴ്സുമാരുടെ സാലറിയുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IIM പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റിന് 5 ലക്ഷം രൂപയിൽ കൂടുതൽ സാലറി കിട്ടും എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് അറിയുന്നതാണ്. കോഴിക്കോട്ട് ഒരു IIM ഉണ്ട്, അവിടുത്തെ പല അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവിടെ നിന്ന് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടു പോകുന്നത്, ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി റിക്രൂട്ട് ചെയ്യപ്പെട്ടു പോകുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ സാലറി കഴിഞ്ഞൊക്കെ മേലെയുള്ള സാലറിക്കാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ഈ പറയുന്ന ബെന്നി തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് മാറുകയാണെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ സാലറിയുടെ നേരെ ഇരട്ടിയെങ്കിലും മിനിമം അദ്ദേഹത്തിന് വാങ്ങിക്കാൻ സാധിക്കും. വലിയ സാലറികളുള്ള ജോലിയുണ്ട്, ജോബിൽ എക്സലൻസ് ഉള്ള ആളുകൾക്ക് 1/2 സാലറി കിട്ടും. ജോബ് മാർക്കറ്റിൽ അങ്ങനെയാണ്, പ്രൊഫഷണൽ ജോബ് മാർക്കറ്റിൽ അങ്ങനെയാണ്. പ്രൊഫഷണൽസിന് അവർ ചോദിക്കുന്ന പൈസ കിട്ടും. കപിൽ സിബലിനെ വെച്ച് നിങ്ങൾക്ക് കേസ് വാദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണ കോടതി ഹാജരാകണമെങ്കിൽ 50 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും വക്കീൽ പോയാൽ മതിയെങ്കിൽ നിങ്ങൾ 500 രൂപയോ 1000 രൂപയോ കൊടുത്ത് പോകുന്ന വക്കീൽമാർ കാണും. പക്ഷേ കപിൽ സിബൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 50 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഇത് എല്ലായിടത്തും ഇത് പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കാലിക്കറ്റ് തന്നെ എനിക്കറിയുന്ന പല ഡോക്ടർമാരും, ഒരു വളരെ എക്സലൻ്റ് ആയിട്ടുള്ള സർജന്മാരൊക്കെ, അവരുടെ ഹോസ്പിറ്റൽ സാലറി എന്ന് പറയുന്നത് ഒരു 4-5 ലക്ഷം രൂപയാണ് സാധാരണ സാലറി ആയിട്ട് വരിക. കൂടാതെ അവരുടെ പ്രൊസീജിയറുകൾക്ക്, അതായത് സർജറി അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ അവർ നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന രോഗിയുടെ മേലെ നിന്നുള്ള ബില്ലിൻ്റെ 50% കൂടി ഡോക്ടർക്ക് കൊടുക്കും. അപ്പോൾ ഒരു 40,000 രൂപയുടെ പ്രൊസീജിയറാണ് ഒരു ദിവസം നടത്തുന്നതെങ്കിൽ അതിൻ്റെ മാത്രം 20,000 റുപ്പീസ് ഡോക്ടർക്ക് കിട്ടും. ഇനി 30 പ്രൊസീജിയർ അദ്ദേഹം ഒരു മാസം ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയായി? 6 ലക്ഷം രൂപ വഴിക്കായി. അപ്പോൾ 6 ലക്ഷവും 4 ലക്ഷവും 10 ലക്ഷം രൂപ സാലറി ആയില്ലേ? ഈ 10 ലക്ഷം രൂപ സാലറിക്ക് വാങ്ങിക്കുന്ന ധാരാളം ഡോക്ടർമാർ കേരളത്തിലുണ്ട്, അതിനേക്കാൾ എത്രയോ മേലോട്ട് വാങ്ങിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ ഇവിടെ ജീവിക്കുന്നവർ. അതുകൊണ്ടാണല്ലോ ഈ പിള്ളേരെല്ലാവരും മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി ഇതുപോലെ ചത്ത് പഠിക്കുന്നത്. അതുകൊണ്ടല്ലേ ആളുകൾ CA-ക്കാരാവാൻ വേണ്ടി ചത്ത് പഠിക്കുന്നത്. അതുകൊണ്ടല്ലേ ആളുകൾ IIM-ൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ചത്ത് പഠിക്കുന്നത്. ഇത്തരം കോഴ്സുകളൊക്കെ ചെയ്ത് പുറത്തു വരുന്ന, കഴിവ് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന എക്സലൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ ചോദിക്കുന്ന സാലറി കിട്ടും, അവരുടെ നാട്ടിൽ തന്നെ കിട്ടും, ഒരു വിദേശത്തും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുടെ നിലവിലുള്ളപ്പോൾ ഇദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഇങ്ങ് പറയുന്നു. ഇതിപ്പോൾ പിന്നെ മെത്രാനെയും കപ്പ്യാരെയും കൂടെ കമ്പയർ ചെയ്യുന്നവരായിപ്പോയി, നഴ്സുമാരെയും CEO-യും പിടിച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം ആ തലയിലായിപ്പോയി. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്നവന് പെട്ടെന്നൊരു അസൂയ ഉണ്ടാവണം. അപ്പോൾ സാർ അപ്പോൾ 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു, അത് ശരി, ഞാൻ അറിഞ്ഞില്ല, ബിഷപ്പ് കൊള്ളാമല്ലോ, അനിയനെ ഉന്തിക്കയറ്റി 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചു കൊടുക്കുന്നല്ലേ. അപ്പോൾ പെട്ടെന്നൊരു അസൂയ ആളുകൾ ഉണ്ടാക്കുക. പണ്ട് പറുദീസയിൽ ചെയ്ത അതേ പണി, പിശാചി ചെയ്ത അതേ പണി ദൈവം നിന്നെ ചുമ്മാ പറ്റിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വായെ പറ്റിക്കാൻ വേണ്ടി അവിടെ പിശാച് പ്രയോഗിച്ച അതേ പണി ഇവിടുത്തെ സാധാരണക്കാരുടെ അസൂയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പ്രയോഗിച്ച ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് തോന്നിയ ബെന്നി ഒരു ബെറ്റർ സാലറി ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ അത് ജൂബിലിയെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരിക്കും. അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കിയെടുത്ത് ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു തന്ത്രം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 3, ഇവിടുത്തെ ഓക്സിലറി ബിഷപ്പിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക. ഇദ്ദേഹം സ്വജനപക്ഷപാതിയാണ്, കുടുംബത്തിന് വേണ്ടി രൂപതയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ആളാണ് എന്ന നിലയിലൊരു ചിത്രമുണ്ടാക്കി രൂപതയെ തന്നെ തകർക്കാൻ പറ്റുമോ എന്ന് നോക്കുക, സഭയുടെ സംവിധാനങ്ങൾ കേടുവരുത്താൻ നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോഴെല്ലാവരും വിശുദ്ധൻ എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നൊരു ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. ഈ ഉമ്മൻചാണ്ടിനെ ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് എത്രയധികം ക്രൂശിക്കാൻ ഇവിടുത്തെ വലിയ വലിയ ആളുകളടക്കം ഉണ്ടായിരുന്നു. ക്രൂശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരും നോക്കി നിന്നിട്ടേ ഉള്ളൂ, ആരും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലുള്ള ഇപ്പം വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ കല്ലെറിയാൻ വേണ്ടി ചാടി ഇറങ്ങിയിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് കോടതി വഴിയൊക്കെ അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. എങ്കിൽ പോലും
അത്തരമൊരു ടാർണിഷ്മെന്റ് കൊണ്ട് ഒരു കിരാത ഭരണത്തിന് 10 വർഷം ഇവിടെ നിലനിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ കിരാത ഭരണത്തിന് വേരുണ്ടാക്കി കൊടുത്തത് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ വളരെ ക്ലീൻ ഇമേജ് ഉള്ള അല്ലെങ്കിൽ ക്ലീൻ ചരിത്രമുള്ള ഒരു മനുഷ്യൻ്റെ മേലെ ചളിവാരി എറിഞ്ഞുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഇത്തരം ചളിവാരി എറിയലുകൾ നടത്തുന്ന ആളുകൾക്ക് ഇത്രത്തോളം വലിയ പൈശാചിക താല്പര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇനി അമലയിലെ സമരം ഒത്തുതീർന്നു, അവരകത്ത് സമരം തുടരുന്നതായി പറയുന്നു. അതിനെക്കുറിച്ച് പറയുന്ന ന്യായം ഇതാണ്: നേഴ്സുമാരെ ഏത് സ്ഥലത്ത് നിന്നാണോ സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയത്, 100-150 ദിവസം അവർ സമരം ചെയ്തു. അപ്പോൾ സമരം ചെയ്യാൻ വേണ്ടി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഏത് പോസ്റ്റിൽ നിന്നാണോ ആ പോസ്റ്റിൽ തങ്ങൾ തിരിച്ചു വെക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിനെ എവിടെ ഡിപ്ലോയ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെൻ്റ് അല്ലേ? അപ്പോൾ അതിന് ചാനൽ മുതലായി പറയുന്ന ന്യായം നേഴ്സുമാരൊക്കെ സ്പെഷ്യലിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. എൻ്റെ അറിവിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, സ്പെഷ്യലിസ്റ്റ് നേഴ്സുമാരെയൊന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനെയും ഒക്കെ കൊണ്ടുവന്ന് സഹായത്തിനൊക്കെ വിളിക്കുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് പണിയെടുക്കാൻ അറിയോ? നേഴ്സുമാരെ സംബന്ധിച്ച് ഡോക്ടർമാരെ അസിസ്റ്റ് ചെയ്യുക, അവരോട് പറയുന്ന ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇൻഡിപെൻഡൻ്റായി ഒരു റോളും ഹോസ്പിറ്റലിലില്ല. മാനേജ്മെൻറ്റും ഡോക്ടർമാരും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോലി ചെയ്യേണ്ട കാര്യം മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ ഒരു ഇന്ന ജോലി എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് എടുക്കേണ്ട ഒരു ജോലിയും ഒരു നേഴ്സിനും ഒരു ഹോസ്പിറ്റലിലും ഉള്ളതായി എൻ്റെ അറിവിലില്ല. അപ്പോൾ അവർ അപ്പോയിൻ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നേഴ്സുമാരെ സംബന്ധിച്ച് ഇവർ സമരത്തിന് പോയപ്പോൾ പുതിയ ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുകയും ഇവർ പോയ സ്ഥലങ്ങളിലൊക്കെ പുതിയ ആളുകൾ വരികയും ചെയ്തു. അപ്പോൾ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കയറി വരുമ്പോൾ ആ കസേര ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഉള്ള ഒരു സ്ഥലത്തേക്ക് വെക്കാനുള്ളൊരു മര്യാദ, ഇത്രയും ദിവസം സമരം ചെയ്ത് തിരിച്ചെടുത്തു എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ മര്യാദ. ആ മര്യാദയിൽ ഇവർ തിരിച്ചു വരുമ്പോൾ ഇന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ജോലി അലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവിടെ പോകാതിരിക്കുന്നത് അത് അവരുടെ ന്യായമാണ് എന്നാണ് ഈ സമരത്തിനെ കൊണ്ടു നടക്കുന്ന ഈ ചാനലുകാരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ ലക്ഷ്യം എന്താണ്? സമരം തീർക്കരുത്, സമരം നീട്ടി കൊണ്ടുപോകണം. സമരം തീർന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളിലോ പുറത്തോ ഒക്കെ സമരം ചെയ്ത് ഈ ഹോസ്പിറ്റലിന് ക്ഷീണം വരുത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം എവിടെയോ വരാനിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന് വേണ്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമരമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനിടയിലൂടെ ചാനലുകാരൻ സാധാരണ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ കേരളത്തിലെ ഏക സംഘടനയായ UNO എന്ന് പറഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലുകളിൽ വേറൊരു സമരം കാണുകയുണ്ടായി. അത് കണ്ണൂരെ കൊയിലി ഹോസ്പിറ്റലിലെ സമരമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമരക്കാർ വിളിച്ചു പറയുന്നത് വേറൊരു സംഘടനയുടെ പേരാണ്, INA എന്ന് മറ്റാണ് അവർ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഏക സംഘടനയാണെങ്കിൽ ഈ കണ്ണൂർ കേരളത്തിലുള്ള സ്ഥലമല്ലേ, അത് കേരളത്തിന് പുറത്തുള്ള സ്ഥലമാണ്. ഇവരുടെ സമരത്തെ കഴിഞ്ഞ് ഒട്ടും മോശമല്ല അവിടുത്തെ സമരവും, അവിടെ ഇഷ്ടം പോലെ ആളുടെ സമരമാണ്. അപ്പോൾ ഇവരുടെ ഏക സംഘടനയല്ല, സംഘടന പലതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ഒരു വീഡിയോയിൽ ഒരു സംശയം ചോദിച്ചിരുന്നു. ഈ 800 ബെഡിൻ്റെ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്കാണ് മുട്ടൻ ശമ്പളം കിട്ടേണ്ടത്, ചെറിയ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്കൊന്നും അത്ര ശമ്പളം കൊടുക്കേണ്ടതില്ല എന്നുള്ളത് എവിടുത്തെ ന്യായമാണ്? ഇവർ തൊഴിലാളികളെന്നാണല്ലോ സ്വയം വിളിക്കുന്നത്. തൊഴിലാളികളാണെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനമല്ലേ കിട്ടേണ്ടത് എന്നുള്ള ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി ഞാൻ ആ വീഡിയോയുടെ ചുവട്ടിലൊക്കെ കമൻറ്റ് ചെയ്യാമെന്ന ഈ സംഘടനയുടെ ഒഫീഷ്യൽസ് എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നത് ഇയാൾക്ക് വിവരമില്ല, ഇയാൾ ഈ ഗവൺമെൻറ് റൂൾസ് ഒന്നും അറിയാത്ത ആളാണ്. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഉണ്ട്. 200 ബെഡ് വരെ ഉള്ളവർക്ക് ഇന്ന ശമ്പളം, 400 ബെഡുള്ളത് ഇന്ന ശമ്പളം, 600 ബെഡിന് ഇന്ന ശമ്പളം, 800 ബെഡിന് ഇന്ന ശമ്പളം എന്ന നിലയ്ക്ക് ഗവൺമെൻറ് റൂൾസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാനൊരു സാമാന്യ ലോജിക്ക് മാത്രമേ ചോദിച്ചുള്ളൂ, അല്ലാതെ റൂൾസിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. തുല്യ ജോലിക്ക് തുല്യ വേതനമല്ലേ നൽകേണ്ടത് എന്നുള്ളൊരു സംശയം മാത്രമാണ് ഞാനവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇവർ പറയുന്നത് സർക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സർക്കാർ പറയുന്നത് കേൾക്കണമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയുന്നത് എല്ലാം കേൾക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹെൽത്ത് മിനിസ്റ്റർ ഇവരുടെ അടുത്ത് മീഡിയേഷൻ വന്നപ്പം അവർ പറഞ്ഞു 2 മാസമുള്ളിൽ മിനിമം വേജസ് വരും, അതുവരെ നിങ്ങൾ കാത്തിരിക്കും. അപ്പോൾ സർക്കാർ പറഞ്ഞ് കേട്ടാൽ പോരെ, ഈ സമരം അവസാനിപ്പിച്ച അകത്തോട്ട് കയറിയാൽ പോരെ. അപ്പോൾ തങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സ്ഥലങ്ങളിലൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ എടുത്തു വെക്കുകയും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്തുകൊണ്ട് സർക്കാർ പോയി പണി നോക്കുക, ഇവിടെ ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുകയും ചെയ്യുന്നതിനകത്ത് ന്യായം എന്താണ്? അപ്പം അത്ര ന്യായങ്ങൾ വേകുന്ന സംഗതികളല്ല. ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം എപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കണം. നമുക്ക് ഉപകാരപ്രദമായിട്ട് കുറേ അവിടുന്ന് പെറുക്കിയെടുക്കുക, കുറേ ഇവിടുന്ന് പെറുക്കിയെടുക്കുക, അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻഡിന്, ഒരു നിലപാടിന് ഒരു ഉറപ്പ് വേണ്ടേ? പിന്നെ വേറൊരു സംഗതി ഉള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഈ സംഘടനയെക്കുറിച്ച് കുറേ കാലമായിട്ട് ഇദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഈ സംഘടന കൊണ്ടു നടക്കുന്നത് അത് സമരം നടത്തുന്ന ഒരു നേതാവ് ഈ ചാനൽ മുതലാളിയും കൂടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ മുതലാളി ഇടയ്ക്കിടയ്ക്ക് ഇരുന്നുകൊണ്ട് സമരം നടത്തുന്ന നേതാവിനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഈ സമരം നടത്തുന്ന നേതാവ് ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഖത്തറിൽ നിന്ന് 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ സംഘടന ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദമുണ്ടായിരുന്നത്. അങ്ങനെ ആണെങ്കിൽ എനിക്കുള്ള ഒരു സംശയം, ഈ ഖത്തറിൽ 3 മാസം കൂടുമ്പം അവധി കൊടുക്കുന്ന ഏത് ഹോസ്പിറ്റലാണുള്ളത്? നമ്മുടെയൊക്കെ റിലേറ്റീവ്സും പരിചയക്കാരും ഒക്കെ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് 2 വർഷം കൂടുമ്പോൾ ഒരിക്കൽ അവധി, അല്ലെങ്കിൽ പരമാവധി 1 വർഷത്തിൽ ഒരിക്കൽ അവധി. ഈ 3 മാസം കൂടുമ്പോഴൊക്കെ ഇവിടെ വന്ന് സംഘടന വളർത്താൻ മാത്രം സാവകാശം ലഭിക്കത്തക്ക രീതിയിൽ
അവധി കിട്ടുന്ന ഏത് ഹോസ്പിറ്റലാണുള്ളത്? വേറൊന്ന്, ഈ ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ്. ഈ ഖത്തർ എന്ന് പറയുന്നത് ലോകത്തിൽ മത തീവ്രവാദം വളർത്താനുള്ള ഫൈനാൻസ് മുഴുവൻ നൽകുന്നത് ഖത്തർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണ്? ഈ സമരം നയിക്കുന്ന നേതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണ്? ഇദ്ദേഹം അവിടുന്ന് വിദേശ ഫണ്ടുകൾ കൊണ്ടുവരുന്നുണ്ടോ? അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ നിറമെന്ത്? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇവരുടെ പ്രവർത്തനങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പോന്ന ഒരു ഇൻഫർമേഷൻ ആണെന്നുള്ളതും ഒരു വസ്തുതയാണ്. ലോകത്തിൽ മത തീവ്രവാദം നടത്തുന്ന ഒരു രാജ്യവുമായി ബന്ധമുള്ള ഒരാൾ ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായൊരു സംഗതിയാണ്. ഇനി ഈ നിശ്ചയമായിട്ടും ഇത് കൊണ്ടു നടക്കുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവർ ഇത്തരം താല്പര്യങ്ങൾ കാണിക്കില്ല. ഉള്ളിൽ കയറിയും സമരം കൊണ്ടു നടക്കാൻ കാണിക്കുന്ന ഒരു താല്പര്യത്തിൽ നിന്ന് നമുക്കിത് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എറണാകുളത്ത് ആശുപത്രിയിൽ കയറുന്നവനൊക്കെ ഇറങ്ങുന്ന സമയത്ത് കരൾ അവിടെ ഉണ്ടോ എന്ന് തപ്പി നോക്കണം, കിഡ്നി ഉണ്ടോ എന്ന് തപ്പി നോക്കണം എന്നുള്ള സാഹചര്യത്തിലാണ്. ഇല്ലെങ്കിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പല അവയവവും അവിടെ ഇരുന്ന സ്ഥലത്ത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്തരം ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയാണ് ഇത്തരം സാധാരണ ഹോസ്പിറ്റലുകളെ സാധാരണ പേഷ്യൻസിന്, സാധാരണക്കാരായ പേഷ്യൻസിന്, സാമ്പത്തിക ശേഷി കുറവുള്ള പേഷ്യൻസിന് സഹായകരമായി നിൽക്കുന്ന ഹോസ്പിറ്റലുകളെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് രോഗിയാണ്. രോഗി കഴിഞ്ഞിട്ട് ഡോക്ടറും അത് കഴിഞ്ഞ് നേഴ്സും മറ്റ് സ്റ്റാഫും ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ രോഗിക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുക എന്നുള്ളതാണ്, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ ഈ സമരം നയിക്കുന്ന സംഘടനയെ കൊണ്ട് സമരം നയിക്കുന്ന ആളുകൾ ഹോസ്പിറ്റലുകളെയും ഹോസ്പിറ്റൽ നയിക്കുന്നവരെയും ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ നിന്നും അവരുടെ ഉദ്ദേശം ശമ്പള കൂടുതലല്ല, നേരെ മറിച്ച് ഈ ഹോസ്പിറ്റലിനെ തകർക്കുക, അതിൻ്റെ പിന്നുള്ള സമുദായത്തെ തകർക്കുക എന്നുള്ളതാണെന്ന് ഏകദേശം വ്യക്തമായി വരുന്നു എന്നുള്ളതും ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എഴുതുക.